ഹലോ, അസ്സാം വലൈക്കും. ഇഷ്വാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഭട്ടൂരയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഞാൻ അര കപ്പ് റവ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അര കപ്പ് വെള്ളത്തിൽ തന്നെ. ഇനി അതൊന്ന് സോക്ക് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള പൊടി എടുക്കാം. 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അളവ് എത്ര എടുക്കണമെങ്കിൽ അതിൻ്റെ പകുതി ഗോതമ്പ് പൊടി കൂടി എടുക്കുക. അപ്പോൾ ഇനി ഇതേപോലെ വലിയൊരു പാത്രത്തിലെടുത്ത് പൊടിനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നന്നായി കുഴക്കണമെങ്കിൽ ഇങ്ങനെ ഒരു വലിയ പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈരാണ് കേട്ടോ ചേർക്കണത്. ഈസ്റ്റിന് പകരം ഞാൻ തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച റവ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഇനി അതിൽ വെള്ളമില്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വെള്ളം അധികം ആകാൻ പാടില്ല. ഞാൻ കുറച്ച് വെള്ളം പൊടി ഒന്ന് കുഴച്ച് നോക്കിയപ്പോൾ വെള്ളം ഇല്ലാന്ന് തോന്നിയപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ കുറച്ച് നേരം മാവൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മാവ്, നല്ല പതുപതേന ഉണ്ട് കേട്ടോ മാവ്. ഇനി നമുക്കിത് പത്തിരിപ്പേസ്റ്റിലാണ് കേട്ടോ ഞാനൊന്ന് ഭൂരി പോലെ ആക്കിയിട്ട് എടുക്കുന്നത്. ഒന്ന് അമർത്തി കൊടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ച് കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ പൊരിച്ചെടുക്കണ കാണാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.